നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസത്തെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 62 ലക്ഷം പേർക്ക് 2000 രൂപ മുതൽ ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കും അവരുടെ കൈകളിലേക്കും എത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി ഈ സമയത്ത് നൽകുകയാണ്. ഷീജ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക. ഷീജ, ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസത്തെ ഇന്നു മുതൽ ആരംഭിക്കുന്നു. 2000 രൂപ മുതൽ 2000 രൂപ 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് ഇന്ന് എത്തുകയാണ് ഷീജ ഇന്നു മുതൽ. തീർച്ചയായും മനു, കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ തന്നെ നമുക്കറിയാം കൃത്യമായ രീതിയിൽ ഒരു മാസം പോലും കുടിശ്ശികയില്ലാത്ത തരത്തിലാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനൊപ്പം തന്നെയാണ് പെൻഷനിൽ കഴിഞ്ഞ നവംബർ മുതൽ വർധനവ് വരുത്തിയിട്ടുണ്ടായിരുന്നതും 2000 രൂപ മുതൽ. അതിലാണ് ഈ മാസത്തെ പെൻഷൻ, ഫെബ്രുവരി മാസത്തെ പെൻഷൻ ഇന്നു മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുന്നത്. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ വിതരണം പൂർത്തിയാക്കാനുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിനുവേണ്ടി 1050 കോടി രൂപയാണ് ധനവകുപ്പ് പെൻഷൻ വിതരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് അതാത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട താമസം മാത്രമാണ് ഉള്ളത്. ഏകദേശം 26.62 ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ തുക നേരിട്ട് ലഭിക്കുക. മറ്റുള്ളവർക്ക് നമുക്കറിയാം സഹകരണ ബാങ്കിലെ ജീവനക്കാർ മുഖേന അവർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ആ രീതിയിലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ പെൻഷൻ വിതരണത്തിനുണ്ടായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് പെൻഷൻ എത്തിത്തുടങ്ങും എന്നുള്ള കാര്യം തന്നെ. പണം എത്തിക്കഴിഞ്ഞോ അക്കൗണ്ടുകളിലേക്ക്? അതായത് ഈ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കഴിഞ്ഞോ? അപ്പോൾ ഇന്ന് തന്നെ വിതരണം ആരംഭിക്കും. അതായത് ട്രഷറിയിൽ അതിനു വേണ്ടിയിട്ടുള്ള പണം ധനവകുപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അതാത് അക്കൗണ്ടുകളിലേക്ക് പണം ചോദിക്കാൻ കാരണം ചിലപ്പോൾ പണം അനുവദിച്ചു കഴിഞ്ഞാലും 1-2 ദിവസം കഴിഞ്ഞാണ് വിതരണം ആരംഭിക്കാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ചോദിച്ചത്. അതെ, അത് അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം, കർശനമായിട്ടുള്ള നിർദ്ദേശം ധനവകുപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. മന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയത് ഇന്ന് മുതൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് പണം എത്തണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ 26.62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് അവർക്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് ഇന്ന് മുതൽ തന്നെ കൈപ്പറ്റാൻ സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കിൽ നിന്നും അതായത് ജീവനക്കാർ വീടുകളിലേക്ക് എത്തിക്കുന്നതിലായിരിക്കും ചെറിയൊരു താമസം ഉണ്ടാവുക. എല്ലാ വീടുകളിലേക്കും ആ തുക എത്തിച്ചു നൽകേണ്ടതുണ്ട്. അതിൽ മാത്രമായിരിക്കും ഒരു ചെറിയൊരു താമസം ഉണ്ടാവുക. മറ്റെല്ലാവർക്കും കൃത്യമായ രീതിയിൽ തന്നെ ഈ തുക ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനു, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് പെൻഷൻ സംബന്ധിച്ച വിവരങ്ങളും നമുക്ക് നൽകി.